പ്രിയപ്പെട്ടവരെ വിശേഷം. അപ്പം പുതിയത് വാർത്തകളൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഇന്ന് ലൈവില്ലാത്തതുകൊണ്ട് ബിഗ് ബോസിൻ്റെ ഒന്നുമില്ല. പിന്നെ പുതിയതായിട്ടൊന്നും നമ്മൾ ഇടുന്നില്ല. ആവശ്യമില്ലാത്തടത്തൊക്കെ കയറി നമ്മളെ പോയിട്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്കൊന്നും കിട്ടുക. ഏതായാലും കഷ്ടകാല സമയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കോപ്പിറൈറ്റ് സ്ട്രൈക്കിൻ്റെ കാര്യം. അതുകൊണ്ട് ഒന്ന് ആവശ്യമില്ലാത്തടത്തൊന്നും പോയി നമ്മൾ തലയിട്ട് ഇനിയും മേടിച്ചു വെക്കുന്നില്ല. ഇതൊന്ന് തീരട്ടെ. ഇതൊന്ന് തീർന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇടപെടാം. ഇന്ന് ഞാൻ ബിഗ് ബോസ് ഈവൻ ഫിക്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇന്ന് എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം. ഇന്ന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുകയല്ല. പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ലാലേട്ടാ, എല്ലാവിധ ആശംസകളും. അല്ലേ, എൻ്റെ മാത്രമല്ല നിങ്ങളുടെ എല്ലാവരുടെയും. ഒരു മഹാപ്രതിഭ അല്ലേ. ഇനിയും കൊല്ലങ്ങളോളം വർഷങ്ങളോളം അഭിനയത്തിൻ്റെ കൊടുമുടി കീഴടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പം ലാലേട്ടന് എല്ലാവിധ ബർത്ത്ഡേ ആശംസകളും. അതുപോലെ തന്നെ ബിഗ് ബോസിലെ മത്സരാർത്ഥികളെല്ലാം ലാലേട്ടനുമായിട്ട് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. അതിൻ്റെ പ്രൊമോകളാണ് പലതും വന്നിരിക്കുന്നത്. ഡാൻസ് ഉണ്ട്. ജിൻഡോയും നമ്മുടെ അൻഫിബ, അപ്സര, പിന്നെ ഫ്രീദുവും അർജുൻ, ഇവരെല്ലാവരും ഡാൻസ് കണ്ടു. ഫിജോ, ജാസ്മിൻ, പല പല കോമ്പുകൾ വരുന്നു, പല പല ഡാൻസുകൾ വരുന്നു. അപ്പം രസകരമായ ഒരു സന്തോഷകരമായ നിമിഷം തന്നെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇന്ന് എവിഷൻ കാണാനുള്ള സാധ്യതയില്ല. ഇന്ന് ആരും പുറത്തു പോകത്തില്ല. എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച വൈകുന്നേരമാണ് എപ്പിസോഡ് 2 ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇന്നത്തെയും നാളത്തെയും. അതുകൊണ്ട് ഇന്ന് ഏതായാലും ലാലേട്ടൻ്റെ പിറന്നാളായിട്ട് നല്ലൊരു ദിനമായിട്ട്, സന്തോഷത്തിൻ്റെ ഒരു ദിവസമായിട്ട് ആരും പുറത്തു വിടാൻ ലാലേട്ടനോ ബിഗ് ബോസ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് എവിഷൻ കാണത്തില്ല. നാളത്തെ എവിഷന് റസ്മിൻ പുറത്തു പോകുന്നു എന്ന് തന്നെയാണ് നമുക്കറിയുന്നത്. ബാക്കി ഒരു വിവരവും നമുക്ക് കിട്ടിയിട്ടില്ല. പല ചാനലുകളും ഞാൻ നോക്കുമ്പോഴേ എൻ്റെ അമ്മോ, ശ്രീതു, ഋഷി, അപ്സര എല്ലാവരും പുറത്തു പോകുന്നതായിട്ടാണ് പറയുന്നത്. ഇതിൽ ആരൊക്കെ പുറത്തു പോകുന്നു എന്നുള്ള അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, റസ്മിൻ പുറത്തു പോകും. ഈ പ്രാവശ്യത്തെ വോട്ട് കുറവ് റസ്മിന് തന്നെയാണ്. റസ്മിനാണ് പുറത്തു പോകാൻ അർഹതയുള്ള ഒരു മത്സരമാണ്. പിന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ചില അനൗദ്യോഗിക വോട്ടിങ് കാണിക്കുന്ന അപ്പര പുറകെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. ഫ്രീദ് പുറകെ, പിന്നെ ഋഷിയുടെ കാര്യം പറയുന്നുണ്ട്. ഏതായാലും ഈ പ്രാവശ്യം വേറെ ഒരാൾ കൂടെ പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വേറെ ഏതെങ്കിലും ന്യൂസുകൾ നമുക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ വിവരം അറിയിക്കാം. അല്ലാതെ ഇപ്പം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ബിഗ് ബോസുമായിട്ട് നേരിട്ട് കണക്ഷനുണ്ട്, എനിക്ക് ഈ വാർത്തകളെല്ലാം ഇങ്ങനെ കിട്ടിക്കണം. അങ്ങനൊന്നുമില്ല കേട്ടോ. നമ്മൾ ബിഗ് ബോസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ ഏകദേശം എല്ലാ ചാനലുകാരും പറയുന്നവർ ഇപ്പം കിട്ടിയ വാർത്ത, ഇപ്പം കൺഫേം ആയ വാർത്ത, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മിക്കവാറും എല്ലാം നമ്മൾ ലൈവൊക്കെ കണ്ടു കഴിയുമ്പോഴാണ് ഇന്നതൊക്കെ സംഭവിച്ചു എന്ന് പറയുന്നത്. പിന്നെ ഒരു നിരീക്ഷണമാണോ, മനസ്സിലാകുന്നുണ്ടോ? ഈ പ്രാവശ്യം റസ്മിൻ വന്നപ്പം തന്നെ ഞാൻ നോമിനേഷൻ വന്നപ്പം തന്നെ ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു റസ്മിൻ പുറത്തു പോകാം. അതുപോലെ തന്നെ സംഭവിച്ചു. ഇനി അടുത്ത പ്രാവശ്യം നോറയും നന്ദനയും വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അപ്സരയ്ക്കും നമ്മുടെ ഫ്രീദുവിന് മുമ്പ് പുറത്തു പോകുന്ന 2 മത്സരാർത്ഥികൾ ആയിരിക്കും നോറയും പിന്നെ നന്ദനയും. അവർ 2 പുറത്തു പോകും. അത് പ്രത്യേകിച്ച് അറിയാനൊന്നും കാര്യമില്ല. അല്ലാതെ ഇപ്പം കിട്ടിയ വാർത്തയൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ നോമിനേഷന് വന്നു കഴിയുമ്പം ആരാണ് വീക്ക് എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. അതിനനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബിഗ് ബോസിൽ നിന്നോ ഏഷ്യാനെറ്റിൽ നിന്നോ കിട്ടിയ വിവരമൊന്നുമില്ല. നമ്മൾ അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചെറിയൊരു ചാനൽ കേട്ടോ, ഒരു ബന്ധവുമില്ലാത്തൊരു വ്യക്തിയാണ്. അല്ലാതെ ഇപ്പം കിട്ടിയ വാർത്തയൊന്നും പറഞ്ഞു കൊടുക്കാനും നമുക്കില്ല. അപ്പം അതങ്ങനെ നിൽക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അപ്സര പോകുമോ ഫ്രീദ് പോകുമോ എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ അറിയാൻ പറ്റിയിട്ടില്ല. ഏതായാലും ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ഇന്ന് 2 പേരെയും കൂടെ ഒരു എപ്പിസോഡ് ഔട്ടാക്കാനുള്ള സാധ്യത കുറവാണ്. ഇന്ന് ലാലേട്ടൻ്റെ പിറന്നാൾ ദിനമായിട്ട് ഒരാളെ പോലും ഔട്ടാക്കാനും ഇന്ന് സാധ്യതയില്ല. അപ്പോൾ ഈ സന്തോഷത്തിന് നിമിഷത്തിൽ ബിഗ് ബോസും ലാലേട്ടനും ആഗ്രഹിക്കത്തില്ലല്ലോ ഒരാളെ ഔട്ടാക്കണം. അപ്പോൾ ഇന്ന് അങ്ങനെ അങ്ങ് പോകും. നാളെയാണ് ഒരാൾ ഔട്ടാവുന്നത്. ഏതായാലും അടുത്ത ആഴ്ചകളിൽ 2-3 പേരൊക്കെ ഒരുപക്ഷെ പോകാൻ സാധ്യതയുണ്ട്. അധിക ദിനങ്ങളില്ല. അപ്പം ഇനിയും 10-30 ദിവസങ്ങളങ്ങാണ്ടേ ഉള്ളൂ. അതിനുള്ളിൽ ഈ 13 പേരെങ്ങാണ്ട് ഇപ്പം എനിക്ക് നിൽക്കുവാന്ന് തോന്നുന്നു. ആൾക്കാരെ പുറത്താക്കി 6 പേര് 5 പേരൊക്കെ അവശേഷിക്കണ്ടേ? ഇനി 2-3 ആഴ്ചയുള്ളെന്ന്.
അതുകൊണ്ട് മിക്കവാറും അടുത്ത ആഴ്ച മുതൽ ബാലവേല പോകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഈ ആഴ്ച റസ്മിൻ മാത്രമേ പോകുന്നുള്ളൂ എന്നുള്ളൊരു വാർത്ത. പിന്നെ വേറെ എന്താണ്, ഇന്ന് മത്സരാർത്ഥികളെല്ലാം ലാലേട്ടൻ്റെ പിറന്നാൾ ആഘോഷത്തിന് വിവിധതരമായ ഡാൻസുകൾ നടത്തുന്നുണ്ട്. നമ്മുടെ ശ്രീതു അർജുൻ കോംബോ ഇന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ എനിക്ക് ശ്രീതുവിൻ്റെ അമ്മയെ ഓർത്താണ് വിഷമം. പാവത്തിൻ്റെ ഉറക്കം ഇന്നലെ പോയി കാണും. ഇന്നലെ മൊത്തം ഡാൻസ് പ്രാക്ടീസിങ് ആയിരുന്നു, ഇന്ന് ഡാൻസ് അവതരിപ്പിക്കുന്നു. പാവത്തിൻ്റെ അമ്മയുടെ ഉറക്കം മൊത്തം പോയി കാണും അല്ലേ? അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? പിന്നെ നമ്മുടെ ജാസ്മിൻ ഫിജോ, അതൊരു നല്ലൊരു കോംബോയാണ്. പിന്നെ അപ്സരയും ജിൻഡോയും അൻഷിബ ഇവരൊക്കെ കളിക്കുന്നുണ്ട്. അപ്പം ജിൻഡോയുടെ ഡാൻസ് നമുക്കറിയാമല്ലോ, ഒരു ചിരിക്കാനുള്ള വകകൾ ഒത്തിരി തരും, ഒരു പ്രത്യേക വെറൈറ്റി തന്നെ ആയിരിക്കും അല്ലേ? അപ്പം അങ്ങനെ ഒത്തിരി ഡാൻസ് കോംബോ ഉണ്ട്. നോറയുടെ ഡാൻസ് കണ്ടു. എല്ലാം പ്രൊമോയ്ക്കത് കാണുമ്പോൾ എല്ലാം വളരെ എന്തോന്നാണ്. പിന്നെ ഏതൊക്കെ എപ്പിസോഡിനകത്ത് കാണിക്കുമെന്നറിയില്ല. ഒത്തിരി നേരത്തെ പരിപാടിയായിരിക്കും. അതിനകത്ത് 1.5 മണിക്കൂറൊക്കെ, 1 മണിക്കൂർ 1.5 മണിക്കൂർ വെട്ടിക്കുറച്ച് ഇതിനകത്ത് ആക്കണമെങ്കിലേ ഇച്ചിരി പാട് തന്നെയാണ്. നമുക്ക് പറയാം വെട്ടിക്കുറച്ചു എന്നൊക്കെ. ഏതായാലും അങ്ങനെ പോവും ഇന്നത്തെ എപ്പിസോഡ് മൊത്തം. പിന്നെ പിറന്നാൾ ആഘോഷങ്ങളും, പിറന്നാൾ ചിലപ്പം സദ്യ ഉണ്ടായെന്ന് വരും, അങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് പോവും. നാളെ നമുക്ക് 10 കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ആര് പുറത്തു പോയത് എന്ന് നമുക്കറിയാൻ പറ്റും. ഒരാൾ കൂടി 2 ഡിവിഷൻ ഉണ്ടോ എന്നുള്ളതും സംശയത്തിൻ്റെ നിലയിൽ നിൽക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയ വാർത്ത അനുസരിച്ച് 2 പേരില്ല, ഒരാൾ മാത്രമേ പുറത്തു പോകുന്നുള്ളൂ എന്നാണ്. അത് റസ്മിൻ തന്നെയാണ് പുറത്തു പോകുന്നത്. റസ്മിൻ്റെ കളിയെപ്പറ്റി നമ്മൾ എന്ത് പറയാനല്ലേ? ആദ്യ സമയത്തൊക്കെ നല്ല കളിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് പവർ ടീമിനകത്ത് എത്തിയെന്ന് പറഞ്ഞാൽ ജിൻഡോയുടെ കഴിവുകൊണ്ട് എത്തിയെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ റസ്മിനും വേറെ ആരെങ്കിലും ആണെങ്കിൽ ആ കളി ജയിക്കത്തില്ല. ഈ ഭാരം ഉയർത്തി നിർത്തുക എന്ന് പറയുന്നത് അത് ജിൻഡോയുടെ കഴിവ് കൊണ്ടാണ്. പവർ ടീമിൽ കയറി കഴിഞ്ഞപ്പോഴത്തേനും റസ്മിൻ്റെ ആളാകെ മാറി. അപ്പം കാണുന്നതിന് അപ്പാന്ന് വിളിക്കുന്ന ഒരു രീതി റസ്മിൻ പുലർത്തിയെന്ന് തോന്നുന്നു. കാരണം അത് അപ്പം കാണുന്ന അപ്പാന്ന് വിളിക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ സീസൺ 4 കേട്ടിട്ടുള്ളത് കേട്ടോ. ഭയങ്കര വിവാദമായ പ്രശ്നമാണ്. പല അച്ഛന് പറഞ്ഞു അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അത് അങ്ങനെ അല്ല, അത് നമ്മൾ അന്നും പറയുന്നതാണ്. ഇപ്പം നമ്മളൊരു സാഹചര്യത്തിനനുസരിച്ച് അങ്ങോട്ടും അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും, അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും. അപ്പം കാണുന്ന അച്ഛാന്ന് വിളിക്കുന്ന രീതി എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതൊരു പഴഞ്ചൊല്ല് മാത്രമല്ല, അല്ലാതെ തന്തയ്ക്ക് വിളിക്കുന്നതൊന്നും അല്ല. അന്ന് നമ്മുടെ ആരായിരുന്നു ഡോക്ടർ റോബിൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ ലക്ഷ്മിപ്രിയ കയറി അച്ഛനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയ കേസാണ്. അപ്പം അതുകൊണ്ട് ആരും അങ്ങനെ കരുതണ്ട, ഇതാണ് അതിൻ്റെ സത്യം. പിന്നെ വേറെ എന്താണ് സംഭവിക്കുന്നത്? റസ്മിൻ്റെ കളി അങ്ങനെ അത് മോശമായി. റസ്മിനെ ആകെപ്പാടെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഗബ്രിക്കും ജാസ്മിനും ഇടയിൽ മുല്ലപ്പൂവും പടിയേറ്റ് കിടന്നു. അതുപോലെ പിന്നെ ശ്രീതുവും അർജുൻ്റെയും പുറകെ നടന്നു. അങ്ങനെ ഒരു മെസ്സഞ്ചർ അല്ലെങ്കിൽ ഒരു ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സഹായിയെ പോലെ റസ്മിൻ പലപ്പോഴും പെരുമാറി. പ്രത്യേകിച്ച് ഗെയിമൊന്നുമില്ല. പിന്നെ എല്ലാവരും ഇട്ട് നിൽക്കാനുള്ള ശേഷി റസ്മിനുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ നിൽക്കുന്നത്. പവർ ടീമിൽ കയറിപ്പറ്റി ക്യാപ്റ്റനായി അങ്ങനെയൊക്കെയാണ്. എനിക്ക് തോന്നുന്നു 4 പ്രാവശ്യം അങ്ങാണ്ട് റസ്മിൻ പവർ ടീമിൽ കയറി. അപ്പോൾ 4 ആഴ്ച അങ്ങ് പോയി കിട്ടിയില്ല. പിന്നെ പലപ്പോഴും നോമിനേറ്റ് ചെയ്തില്ല. അങ്ങനെയൊക്കെയാണ് ഈ പോയത്. ഏതായാലും റസ്മിൻ്റെ കാര്യം ഇപ്പോൾ ഏകദേശം നല്ലൊരു കളി തന്നെ കാഴ്ചവെച്ചു. 10-20 ദിവസം വരെ പിടിച്ചു നിന്നില്ലേ? ഏറ്റവും നല്ലൊരു കളി കാഴ്ചവെച്ചിട്ടാണ് പോകുന്നത്. ഏതായാലും പിന്നെന്താ പറയാനുള്ള, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പം അടുത്ത ആഴ്ച നമുക്ക് നോക്കിക്കാണാം. നമ്മുടെ നോറയും നന്ദനയും അടുത്ത ആഴ്ച പുറത്തു പോകും. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇപ്പോഴേ തന്നെ പറയാൻ പ്രവചിക്കാൻ പറ്റും. അടുത്ത പ്രാവശ്യം ഇവർ നോമിനേഷന് വരുവാണെങ്കിൽ ഇവർ തന്നെ ആയിരിക്കും പുറത്തു പോകുന്നത്. അതിനുശേഷം മാത്രമേ അത്രയും ഫ്രീതും ഒക്കെ പുറത്തു പോകത്തുള്ളൂ. അപ്പോൾ അതിനു മുമ്പുള്ളവർ പുറത്തു പോകട്ടെ. ഒന്ന് ആലോചിക്കേ. ഏതായാലും ഇന്ന് ഡബ്ല്യു വിഷൻ കാണത്തില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഇത് പോവുകയാണെങ്കിൽ ഫ്രീതുവോ അപ്സരയായിരിക്കും പോകേണ്ടത്. പക്ഷേ ബിഗ് ബോസ് ഒരു കാരണവശാലും അതിന് തുനിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അപ്സരയായാലും മറ്റുള്ള മത്സരാർത്ഥികളെ അപേക്ഷിച്ച് അപ്സരയെക്കാട്ടിലും മോശം മത്സരാർത്ഥികൾ അവിടെ നിൽക്കുമ്പോൾ അപ്സര ഒരു കാരണവശാൽ പറഞ്ഞു വിടാൻ സാധ്യതയില്ല. പിന്നെ ശ്രീതു അർജുനൻ കോംബോ ഇപ്പോഴും ലാസ്റ്റ് കഞ്ഞി ആരെങ്കിലും ബിഗ് ബോസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രീതുവിനെയും പറഞ്ഞു വിടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ഡബിൾ കാണത്തില്ല, സിംഗിളേ കാണത്തുള്ളൂ എന്ന് ഞാൻ പറയാനുള്ള കാരണം. അപ്പം അടുത്ത പ്രാവശ്യം ഈ നോമിനേഷൻ ഈ നോറയും നന്ദനയും കൂടെ എത്തി കഴിയുമ്പോൾ അടുത്ത ആഴ്ചത്തെ കാര്യം ഓക്കെ ആവും. ഇനി ഈ വാണാലികൾ ചില വൃത്തികെട്ട കളി ഇതിനകത്ത് ഇടയിൽ കളിക്കും. കഴിഞ്ഞ പ്രാവശ്യം അൻസിബ് കളിച്ചിട്ടുണ്ടാവും. നോറയും കൂടെ വന്നിരുന്നെങ്കിൽ പ്രാവശ്യം നോറയും പുറത്തു പോകാൻ. അങ്ങനെ ഈ കളിച്ച് നോറയും നന്ദനയും രക്ഷപ്പെടുത്തുമോ എന്ന് തന്നെ അറിയില്ല. കുറച്ച് ചേട്ടന്മാരുണ്ട്, നന്ദനയെ രക്ഷപ്പെടുത്താൻ വേണ്ടി കുറച്ച് ചേട്ടന്മാർ അവിടെ നടപ്പുണ്ട്. എടാ ഈ ലാസ്റ്റ് നിമിഷമായി എല്ലാവരും കൂടെ പിടിച്ചു നിർത്തിയിട്ടാണ് കാര്യം. ആരെങ്കിലുമൊക്കെ പുറത്തു പോകണ്ടായോ? നല്ല ആൾക്കാർ നിൽക്കട്ടെ, ബാക്കിയുള്ളവരും പിന്തുണ ഇല്ലാത്തവരെല്ലാം പുറത്തു പോട്ടെ. അത് സഹതാപം നമ്മൾ നോക്കിയിട്ടൊന്നും കാര്യമില്ല അല്ലേ? അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പോകേണ്ടവരെല്ലാം പോകുക തന്നെ വേണം. അങ്ങനെ അവസാനം 4, 5, 6, 7 പേരൊക്കെ ശേഷിക്കുക. 7 പേരിൽ കൂടുതലൊന്നും 6 പേരായിരുന്നു ഒരു സീസണിലല്ലേ. അപ്പം അങ്ങനെയൊക്കെ പോട്ടെ. അപ്പം മറ്റൊരു വിശേഷമായി വീണ്ടും ഞാൻ എത്താം. ആരും മറക്കരുത്. ഓക്കെ, ബൈ.